വിശദമായൊരു പ്രശ്നത്തിലേക്കല്ല ഞാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അന്യോന്യം സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതൊന്ന്, നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഒരു കാലത്തിനെ കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാവും. കാലത്തിന് ബോധം. ഇന്ന് നമുക്ക് എൻ്റെ ഒരു 20 വർഷം മുമ്പേ അല്ലെങ്കിൽ 25 വർഷം മുമ്പേ ഉള്ളത് പോലെയല്ല. ഇന്നൊരു മൊബൈൽ ഫോണും ഈ ഒരു മുറി വേണ്ട ഒരു കസേര ഉണ്ടായാൽ ലോകത്തെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ലോകം മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് വരും. അത്ര വിപുലമായ രീതിയിൽ, വിശദമായ രീതിയിൽ ലോകം മാറിയിരിക്കുകയാണ്. ആർക്കും ആരെയും നോക്കാനോ ഒന്ന് ചിരിക്കാനോ ഒന്നും സമയമില്ല. അതിൻ്റെ ആവശ്യമില്ല. ആ നിലയിലേക്ക് ഘടനാപരമായും സാമൂഹ്യപരമായും ലോകം മാറിയിരിക്കുന്നു. അച്ഛന് മകനെ നോക്കാനോ മകൻ അച്ഛനെ നോക്കാനോ സമയമില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ആവശ്യമില്ല. മകനായാൽ പിന്നെ അച്ഛനുണ്ട് എന്നുള്ള ബോധ്യം മകന് വേണ്ടതില്ല. അച്ഛനായതുകൊണ്ട് ചിലപ്പോൾ മകനുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് ഇല്ല. ആ നിലയിലേക്ക് അതിശക്തമായി കാലം മാറി 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 പോവുകയാണ്. ഈ കാലമാറ്റത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. നേട്ടങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ ഗൂഗിളിലൊന്ന് തൊട്ടാൽ ന്യൂയോർക്കിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാം. ഇറ്റലിയിൽ മുസോളിനിയുടെ മുസോളിനി ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായ വിൻസിയ പാലസ് ഉണ്ട്. ആ വിൻസിയ പാലസ് ഇന്ന് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വിൻസിയ കൊട്ടാരത്തിൽ ഇന്ന് ആരാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് സാറൊന്നൊന്ന് ഞെക്കി നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വിൻസിയ പാലസുമായിട്ട് ബന്ധപ്പെടാം. കാരണം ഒരു 45-ൽ അവസാനിച്ച പാലസുമായിട്ട് പോലും നമുക്ക് ബന്ധപ്പെടാമെന്നർത്ഥം. അത്ര വിപുലമായി കാര്യങ്ങൾ പോകുന്നുവെങ്കിൽ അതിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ നന്മ തന്നെയാണ്. മനുഷ്യ നന്മയും സ്നേഹവും ബന്ധവും രക്തബന്ധവും എല്ലാം ഇന്ന് നഷ്ടപ്പെട്ട് പോവുകയാണ്. ഈ നഷ്ടപ്പെടലിൽ ആകെ തുക നമ്മൾ കൂട്ടി നോക്കിയാൽ അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുക, മനുഷ്യൻ ഒരു ഘട്ടത്തിൽ മനുഷ്യനല്ലാതാവുകയാണോ എന്ന തോന്നലിലേക്ക് നമ്മൾ എത്തുക. ശരിക്കും മനുഷ്യനല്ലാതാവുന്ന മറ്റേതോ ഒരു തരത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോകുന്ന, അവൻ്റെ ഇന്നലകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിൽ ഞാൻ അതീവ ദുഃഖിതനാണ് ആ കാര്യത്തിൽ. കാരണം എനിക്ക് എൻ്റെ സമൂഹം മാത്രമല്ല, എനിക്ക് എന്നെയും നഷ്ടപ്പെടുകയാണ്. എന്നെ ടാഗോർ ഒരു തവണ പറഞ്ഞത്, ഗാന്ധിജി ഇടക്കിടക്കേ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണെന്നറിയോ, നിങ്ങളെ ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ നിങ്ങൾ തനിയെ നടക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പം തനിയെ നടക്കേണ്ടി വരുമോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഈ ആധുനിക ലോകത്ത് നിന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്ത് മുത്തശ്ശി വൈദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രയോ 1000 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ട് അപ്പുറത്തുള്ള സാധനത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു കാര്യം എനിക്കൊരു സന്തോഷം. ഈയിടെ നമ്മുടെ പയ്യന്നൂരുള്ള പി അപ്പൂട്ട മാഷുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. പയ്യന്നൂരുള്ള ഗാന്ധിയനാണ്, തികച്ച ഗാന്ധിയനാണ്. അപ്പോൾ കാറൽ മാർക്സിന്റെ ജന്മദിനത്തിൽ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുപ്പോൾ അപ്പൂട്ട മാഷ് അവിടെയുണ്ട്. അപ്പോൾ മാഷ് പറയുകയാണ്, ഗാന്ധിജി മരിച്ചിട്ട് വളരെ കുറച്ചു കാലമായിരുന്നു, ജനിച്ചിട്ടും അതെ. പക്ഷെ ആ ജന്മദിനത്തിലും മരണദിനത്തിലും മാത്രം ഗാന്ധി ഓർമ്മിക്കപ്പെടുന്നു. പക്ഷെ എല്ലാ സമയത്തും മാർക്സ് കുട്ടികളുടെ കൂടെ ഇപ്പോഴും പ്രായമുള്ളവരുടെ ഒക്കെ ഓടി കളിക്കുന്നു. ഇതൊരു വലിയ വ്യത്യാസമാണ്. അതേപോലെ ഞാൻ പറയുന്നത്, ഇത്രയും ഒരു മൊബൈലിലേക്ക് മൊബൈലിലൂടെ നടത്താൻ കഴിയുമ്പോഴും നമ്മളുടെ കൂട്ടത്തിൽ മുത്തശ്ശി വൈദ്യം ഇപ്പോഴും യുവാവായി ഓടിക്കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പോകാൻ പോകുന്നൊരു സാധനമല്ല. അതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിബൃഹത്താണ്. നിങ്ങൾ എത്ര കാലമായി ഇതിനെ നശിപ്പിക്കാൻ നോക്കുന്നു. ഇത് പൊട്ടത്തരമാണ് എന്ന് പറയുന്നു. ചട്ടിയിലും കുടുക്കിയിലും അത് ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെ നിങ്ങൾ രോഗം മാറ്റില്ലെന്ന് പറയുന്നു, അപഹസിക്കുന്നു. ഈ നിലയിലുള്ള അപഹാസ്യതയും അതുപോലുള്ള ഇതിന്റെയൊക്കെ പിൻബലം എന്താണെന്നറിയും. ഇതിന്റെയൊക്കെ അവർക്കുള്ള പിൻബലം നമുക്കെന്താ, നമ്മുടെ മുമ്പിൽ ചട്ടി കൊടുക്കുകയുള്ളൂ.
നമ്മുടെ മുമ്പിൽ ചട്ടിയും കുടിക്കും കുറച്ച് പരസ്യം. അവരുടെ പിൻബലം ലോകം മുഴുവൻ നാളിന്നേ വരെ കണ്ടെത്തിയ മുഴുവൻ ശാസ്ത്രമാണ് നമ്മളെ തെറി പറയാൻ അവരുടെ കയ്യിലുള്ളത്. ഈ ശാസ്ത്രം ഉപയോഗിച്ചിട്ട് അതിശക്തമായ മിസൈൽ പോലെ നമ്മളുടെ എൻ്റെ നിങ്ങളുടെ തലയിലേക്ക് അടിച്ചു വരികയാണ്. ഇതിനെക്കുറിച്ച് ഈ മുത്തശ്ശി വൈദ്യം എന്ന് പറയുന്നത് അങ്ങേറ്റം മണ്ണാങ്കട്ടയാണ്, പാരമ്പര്യം എന്ന് മണ്ണാങ്കട്ടയാണ്. ഇത് കുഴിച്ചുമൂടൽ എന്ന് പറയുന്നത് എന്തിപ്പോ ഒരു തങ്കച്ച വൈദ്യര് വരുന്നു, ഒരു തങ്കച്ച വൈദ്യര് വരുന്നു, പച്ചമരുന്ന് കൊണ്ട് ഒരാളെ ക്യാൻസർ മാറ്റുന്നു. ഏത് ലോകത്തെ ചങ്ങായി ഇന്ത്യയിലും ജീവിക്കുന്നു? ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഈ നിലയിൽ പറയുമ്പോൾ ഞാനും ആലോചിക്കും, അങ്ങനെ ശരിയെന്നല്ലേ? ഇതിപ്പോ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഒരു കോശത്തിന് 10,000 ഭാഗങ്ങളാക്കി അതിൽ നിന്നൊരു സാധനം എടുത്ത് അതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കി അതിന്റെ ന്യൂക്ലിയസിനോ അതിന്റെ പിന്നെ കോശസ്തരത്തിനോ അതിന് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ, അതിന് തടിപ്പുണ്ടോ, ചുരുങ്ങിയിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി കണ്ടെത്തിയിട്ട് അത് ഇന്ന ചികിത്സ പോലും കൊടുക്കണമെന്ന് പറയുന്ന ലോകത്ത് നിങ്ങളൊരു തങ്കച്ചൻ വൈദ്യരും ഒരു പച്ചമരുന്നും എവിടെ? പക്ഷെ എന്നാലും തങ്കച്ചൻ വൈദ്യരെ തേടി വരുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഒരു പ്രധാനമാണ്. ആ പ്രധാനമാണ്. ആർക്കും ആശ്വാസം കിട്ടാതെ ഒരാളെ തേടി വരില്ലല്ലോ. ആ നിലയിലേക്കുള്ള ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കൊരാശ്വാസമാണ്. ആ നിലയിലൊരു ചിന്ത, ആ ചിന്ത കേവലം ഒരു ജനാർദ്ദന വൈദ്യരിൽ അല്ലെങ്കിൽ മറ്റൊരു വൈദ്യരിൽ മാത്രമുള്ളതല്ല. ഭൂമിയിൽ നാളിതുവരെ നമ്മൾ ഉപയോഗിച്ച സത്യസന്ധമായൊരു പ്രസ്ഥാനത്തിന്റെ മഹത്വമാണത്. അല്ലാതെ ജനാർദ്ദന വൈദ്യരുടെ മഹത്വം അല്ലെങ്കിൽ തങ്കച്ചൻ വൈദ്യരുടെ മഹത്വം അല്ലെങ്കിൽ മറ്റൊരാളുടെ മഹത്വം അല്ല അത്.